എൻ്റെ സന്ധ്യാവന്ദനങ്ങൾ. മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ കടന്നു വരുന്ന ഒരു കർത്താവിനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയത്. ദീനമായി കിടക്കുകയാണ് ലാസർ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു, ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉണർത്തുവാൻ പോവുകയാണ് എന്ന്. ഈ ഉറക്കം എന്ന് പറയുന്നത് വിടുതലിന് സാഹചര്യങ്ങളാണ്. ഒരു രോഗിയായ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ചെന്നാൽ അവന് വിശ്രമം കൊടുക്കുകയാണ്, അവന് ഉറക്കം കൊടുക്കുകയാണ്, സഡേഷൻ മരുന്ന് കൊടുത്ത് അവനെ മയക്കിയിടുകയാണ്. എന്തിന്? അവന്റെ ശരീരം അബലമാകണം. അപ്പോഴാണ് അവന് സൗഖ്യത്തിന് നിദാനമാകുന്നു. അവന് കൊടുക്കുന്ന മരുന്ന് ഫലിപ്പാനിടയായിത്തീരുന്നു. ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. ശിഷ്യന്മാർ പറയാ, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും. അപ്പൊ നന്നായി ഉറങ്ങിയാൽ പല രോഗങ്ങൾക്കും സൗഖ്യമുണ്ടാകുമെന്ന ആ ചൊല്ലുപോലെ ഇവിടെ ശിഷ്യന്മാർ പറയുകയാണ്. അപ്പൊ സാഹചര്യം അങ്ങനെയാണ് എങ്കിൽ ഒരു വിടുതൽ കാണാം. നമ്മളൊക്കെ ആ നിലവാരത്തിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിനേക്കാൾ സാധ്യതകളിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക പദ്ധതികളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് സാധ്യതകളിലല്ല പ്രവർത്തിക്കുന്നത്, അസാധ്യതകളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രിയ ദൈവ ശുശ്രൂഷകരോട് ഈ സമയം എനിക്ക് പറയുവാനുള്ള ഒരു വലിയ സന്ദേശം, നിങ്ങളുടെ സഭകൾ, നിങ്ങളുടെ ജീവിത വ്യവസ്ഥിതികൾ, യഹസ്കേൽ പ്രവചനം 37-ാം അധ്യായം പറയുന്നത് പോലെ താഴ്വരയിൽ ഏറ്റവും അധികമായി കിടക്കുന്ന ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങളെ പോലെ ആകുന്നു എങ്കിൽ അടിയന്തര കമ്മിറ്റി കൂടി പറക്കി അടക്കുവാൻ നോക്കരുത്. പിന്നെയോ ആത്മാവിൽ ആരാധിച്ച് പ്രശ്നങ്ങളെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ആത്മനിറവിലുള്ള കാഴ്ചപ്പാടാണ് പ്രാപിക്കേണ്ടത്. ദൈവം അറിയാതെ അല്ലല്ലോ ഈ അസ്ഥികൂമ്പാരങ്ങളുടെ അടുക്കലേക്ക് പ്രിയ ദൈവവൃത്തിനെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലും ദൈവം നിന്നോട് സംസാരിക്കുന്നില്ലേ? പ്രവാചക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അസ്ഥികൂമ്പാരങ്ങളുടെ മധ്യേ ചുറ്റി ചുറ്റി നടക്കുന്ന ദൈവദാസൻ ഓരോ അസ്ഥി കഷ്ണങ്ങളുടെയും അടുക്കൽ കടന്നു പോകുന്ന ആ ദൈവവൃത്യന് ഒരു മറിപിടിയും ഇല്ലാതിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ ദാസനെ സഭാവിശ്വാസികളുടെ ഭവനങ്ങളിൽ മാറി മാറി കടന്നുപോയി ഭവന സന്ദർശനം നടത്തി ചുറ്റി ചുറ്റി നടന്നിട്ടും ഭവനങ്ങളുടെ വിടുതലിന് വേണ്ടി ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ ഒരു കാര്യം അറിയുക, ഈ ചുറ്റി ചുറ്റി നടന്നത് കൊണ്ടോ കമ്മിറ്റി കൂടിയത് കൊണ്ടോ ഈ അസ്ഥി കഷ്ണങ്ങൾ പറക്കി അടക്കി വെച്ച് സെറ്റ് ചെയ്യുവാൻ നോക്കിയത് കൊണ്ടോ ഒരിക്കലും വിടുതലുകൾ ഉണ്ടാവുകയില്ല. ഇവിടെയാണ് വിടുതൽ ലഭിക്കുന്നത്. ദൈവാത്മാവിൽ വചനം വിളിച്ചു പറയുക. ദൈവം പറഞ്ഞിങ്ങനെയാണ്, മനുഷ്യപുത്ര, നീ അസ്ഥികളോട് പ്രവചിക്കുക എന്ന, നീ അസ്ഥികളോട് വചനം ശുശ്രൂഷിക്കുക എന്ന, നീ അസ്ഥികളോട് വിളിച്ചു പറ, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന്. നഗ്ന കണ്ണുകൾ കൊണ്ട്, മാനുഷിക ബുദ്ധി കൊണ്ട് എന്റെ ദേവദാസന് നീ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല എങ്കിൽ ഈ സന്ധ്യാവേളയിൽ ഞാൻ പറയട്ടെ, ദൈവാത്മാവിന്റെ ദർശനവും ശ്രവണവും കേൾവിയും നിന്നെ പുനർജീവിപ്പിക്കും, ശക്തിയേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. വിളിച്ചു പറ, ഈ അസ്ഥി കഷ്ണങ്ങൾ ജീവിക്കുമെന്ന്.